പട്ടിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആൾക്കാരാണ് അകത്തുള്ളത്. റൈറ്റ്, ലെറ്റ്സ് ഗോ. രാവിലെ വീട്ടിലൊക്കെ ചെന്നിട്ടേ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നോക്കാം. ലെറ്റ്സ് സീ. യെസ്, നമസ്കാരം അപ്പാ. യെസ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഓ, നമുക്ക് ഇവിടെ പുറത്തിരിക്കാം. അകത്ത് ആൾക്കാരൊക്കെ ഇരിക്കല്ലേ. എന്താ പേര്? എൻ്റെ പേര് ദിലീപ്. ദിലീപ് എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു. എന്താ പറയട്ടെ? പുട്ട് അല്ല ദോശ, ചോറാണ്. പൊതുവെ ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ രാവിലെ കഞ്ഞിയും ചോറും ഒക്കെ കുടിച്ചിട്ടാണ് രാവിലെ പോകുന്നത് അല്ലേ? പുട്ട് ദോശയേക്കാൾ അവർക്ക് പ്രധാനപ്പെട്ട ഐറ്റം രാവിലെ ചോറടിച്ചിട്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യണം. എവിടെ? ഫ്രീലാൻസ് ആയിട്ട്. ആരൊക്കെ ഉണ്ട് ഇവിടെ വീട്ടില്? അമ്മയുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് പ്രധാനമായിട്ടും? പ്രിന്റർ ഒക്കെ വർക്ക് ചെയ്യുന്നു. മൊത്തത്തിൽ ഒരുപാട് ദൂരം പോകണോ അതോ തൊട്ടടുത്താണോ? ഇല്ല, ഫീൽഡിൽ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? കുഴപ്പമില്ല, നല്ല മനോഹരമായ സ്ഥലമെന്ന് പറയരുത്. മൊത്തത്തിൽ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടോ? സജീവമാണോ തെരഞ്ഞെടുപ്പിലൊക്കെ? അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയ നിലപാടൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു നിലപാടൊന്നുമില്ല. അങ്ങനെ നിലപാടില്ല. പിന്നെ സ്ഥാനാർത്ഥികളുടെ മികവൊക്കെ നോക്കിയാണോ വോട്ട് കൊടുക്കാറ്? എന്തായാലും വോട്ട് ചെയ്യാൻ പോകുമല്ലോ. ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകണം എന്ന് പറയാൻ വന്നതാണ്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചേട്ടൻ തീരുമാനിക്കാം. പക്ഷേ വോട്ട് ചെയ്യാൻ പോവുക എന്നുള്ളത് ഇത്തവണ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ക്യാമ്പയിനായിട്ട് നമ്മൾ ഏറ്റെടുത്തേക്കുക. അപ്പം എത്ര വോട്ടുണ്ട് ഇവിടെ മൊത്തം? ഇവിടെ ഈ വീട്ടില് ഇവിടെ 4. അമ്മ ഉണ്ട്? 4 മൂന്നേ ഉള്ളൂ. അമ്മയുണ്ട്, അമ്മ, ചേച്ചി, പിന്നെ ഞാൻ. നിങ്ങൾ 3 പേരുമാണ് ഇവിടെ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ചേച്ചി വർക്ക് ചെയ്യണം. ഓക്കെ, വണ്ടർഫുൾ. അപ്പൊ വന്നോട്ടെ, ധൈര്യമായിട്ട് വന്നോട്ടെ. അടുത്ത് കണ്ടത് സന്തോഷം. ഇങ്ങോട്ട് വരൂ, ഞങ്ങളൊന്ന് കണ്ടോണ്ട് അമ്മ അടുത്ത്. വന്നോളൂ. എന്താ പേരെന്താ അമ്മയുടെ? അടുത്തോട്ട് വാ അമ്മ. അല്ലെ ഇരുട്ടത്ത് വരും. ടി വിയിലൂടെ കണ്ടിട്ടേ ഉള്ളൂ. അടുത്ത് കണ്ടത് സന്തോഷം. എന്ത് ചെയ്യുന്നു അമ്മ? വീട്ടിൽ തന്നെയാണ്. മകനും ഉള്ളത്? അതെ. അപ്പൊ 3 പേരാ ഉള്ളത് അല്ലേ? 3 പേര്. മകൾ എന്ത് ചെയ്യുന്നു? മകള് ഗ്രാമസേവികയാ. അമ്മ വർക്ക് ചെയ്തിരുന്നോ? ഇല്ല. കുറെ കാലമായിട്ട് ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാ. 10-35 വർഷം മേളിലായി. എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന. ചേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? മേസ്ത്രിയായിരുന്നു. ഇപ്പൊ അപ്പുറത്തെ വീട് അപ്പറയാ. ഇത് മകളുടെ വീടാ. ഇത് മകളുടെ വീട്. ശരി. മകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം. പെങ്ങളുടെ പേരെന്താ? ദീപ. അങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ദിലീപ്. ദീപു അല്ല, ദിലീപ്. ഒരു ദീപ. ഗുഡ് മോർണിംഗ്. മോനുണ്ടോ അതോ മോളാണോ? 2 മക്കളാ. ഗ്രാമസേവിക അല്ലേ? ഈ ഗ്രാമസേവികമാരെ, അംഗൻവാടി ടീച്ചർമാരെ ഇവരുടെയൊക്കെ ചോദിച്ചാൽ നാടിന്റെ ഒരു പൾസ് അറിയാൻ പറ്റും. പൊതുവെ എങ്ങനെ നാട്ടുകാർക്ക് പെൻഷൻ കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും? പെൻഷൻ അങ്ങനെ നേരിട്ട് ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ എന്നാലും ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക്. അത് വളരെ സാധാരണക്കാരായ ആൾക്കാരല്ലേ ഈ ഭാഗത്തുള്ളത് അല്ലേ? അവർക്ക് പെൻഷൻ ഞാൻ വെള്ളിയാമറ്റം പഞ്ചായത്തിലാണ്. പഞ്ചായത്ത്. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ എങ്ങനെ ആൾക്കാർക്ക് ഈ സർക്കാരിനോടും ഒക്കെ ഒരു വിരോധം ഉണ്ടാവില്ല? അപ്പോൾ സ്വാഭാവികമായിട്ട് പെൻഷൻ കിട്ടാതെ വരുന്ന സമയത്ത് അങ്ങനെയുണ്ടോ? പെൻഷൻ നമുക്ക് നേരിട്ട് ഞങ്ങൾ ലൈഫ് വീടിന്റെയും അങ്ങനത്തെ ലൈഫ് വീട് പദ്ധതിപ്പെട്ട എല്ലാവർക്കും ലിസ്റ്റിൽ വന്നവർക്കെല്ലാം കൊടുത്തു തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ചില ബാക്കി കാര്യങ്ങൾ മരുന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പ്രൈമറി ഹെൽത്ത് സെന്ററിലും ഒക്കെ മരുന്നും ഒക്കെ ഉണ്ടല്ലോ. അത് ഞങ്ങൾ ബന്ധപ്പെട്ടതല്ല. അപ്പം മൊത്തത്തിൽ ഹാപ്പിയാണ്. ഞാൻ ഗ്രാമസേവിക ആയതുകൊണ്ട് ആരാണ് വിജയിക്കാൻ സാധ്യത എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എങ്കിലും ആൾക്കാരെല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്നവരാ അല്ലേ? അവർക്ക് നിലപാടുള്ളവരുമാണ്. പ്രത്യേകിച്ച് പെൻഷൻ കിട്ടാത്തത് തെരഞ്ഞെടുപ്പിലൊരു വിഷയമായിരിക്കും അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ ഈ ഗ്രാമസേവിക ആയിട്ട് എത്ര കാലമായിട്ടാണ് ജോലി ചെയ്തു? 7 വർഷം. 7 വർഷമായി അല്ലേ? ഇപ്പം എത്ര നിങ്ങൾക്ക് വരുമാനമൊക്കെ അത്യാവശ്യം ഉണ്ടോ? വരുമാനം അത്യാവശ്യം. ഇപ്പം DA ഒക്കെ. രാവിലെ പോയി എപ്പോഴാണ് വരിക തിരിച്ച്? രാവിലെ 5 മണി. 5 മണിയാകുമ്പോൾ വൈകുന്നേരം തിരിച്ച് വരാം അല്ലേ? അപ്പോൾ കുട്ടികളെ അമ്മ നോക്കും. അതെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാൻ പോകണം, അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ദിലീപേ, താങ്ക്സ് അലോട്ട്. ഇവിടുത്തെ സാധ്യത, രാഷ്ട്രീയ സാധ്യത ഗ്രാമസേവികയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഗ്രാമസേവകന് പറയാമല്ലോ. എന്താ മൊത്തത്തിലൊരു സാധ്യത? ജോയ്സ് ജോർജ് ആണോ, ഡീനാണോ, അതോ മത്സരം കടുക്കുവോ? എന്താ ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു. പക്ഷെ നല്ല മത്സരമായിരിക്കും അല്ലേ? കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. താങ്ക് യു ദിലീപ്. ഓക്കെ. അപ്പോൾ ദിലീപും കുടുംബവും ഒക്കെ വോട്ട് ചെയ്യാൻ പോകും. നമ്മൾ ഗ്രാമസേവികയുടെ വീട്ടിലാണ് വന്നത്. അപ്പോൾ പെൻഷൻ എന്നുള്ളത് മൊത്തത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു വിഷയമാണെന്ന് മനസ്സിലായില്ലേ? അതെല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നമുണ്ട്. പെൻഷൻ കിട്ടാത്തത് സാധാരണക്കാരായ ആളുകളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മറ്റു പണികളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് പെൻഷൻ ഒരു ആശ്വാസമായിരുന്നു. 1600 വീതം 2 പേർക്കുണ്ടെങ്കിൽ 3200 കിട്ടും. ഞങ്ങളുടെ റിപ്പോർട്ടിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. VS രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. റിട്ടയർഡ് തഹസിൽദാർ. എവിടെ വീട്? അക്കരയാ. അപ്പോൾ നിങ്ങൾ
വാഹനത്തിൽ വരണമെങ്കിൽ അതുവഴി വരണം, മൂലമറ്റം വഴി വരണം, കാഞ്ഞാർമൂലോട്ട് റോഡിന്റെ പാരലായിട്ട് അക്കരക്കൂടെ ഒരു റോഡ് അപ്പറേക്കുഴി. അപ്പോൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അധികം ഉണ്ടാവും അല്ലേ ഏകദേശം? ദൂരം പഴയ റോഡ് അതാണ്. പഴയ റോഡ് അതാണ്. ഇത് പവർ ഹൗസ് വന്നപ്പോൾ ഉണ്ടായ റോഡാണ്. നമുക്ക് നടക്കാം. ഇത് ബുള്ളറ്റാണോ അതോ ഹോണ്ടയുടെ വണ്ടി? അത് ശരി. അപ്പോൾ എവിടെയാണ് റിട്ടയർ ചെയ്ത് തഹസിൽദാർ? ഞാൻ ഇടുക്കി സബ് കളക്ടറുടെ കൂടെ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. ഈ രാജേന്ദ്രൻ പട്ടയമൊക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടോ? അന്നേരം ഇടുക്കിയിലുണ്ട്, 26 വർഷം ആ ഇടുക്കിയിലുണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. ഇല്ല, ആ ഘട്ടത്തിൽ കാരണം എന്താ എനിക്കൊന്ന് ഈ റവന്യൂ ഉദ്യോഗസ്ഥരെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയതായിരുന്നു അന്നത്തെ പട്ടയങ്ങൾ. അല്ല, രവീന്ദ്രൻ പട്ടയം അതെന്നു വെച്ചാൽ ഇത് കുടിയേറ്റത്തിന്റെ കാലം മുതലുള്ള ഒരു ചരിത്രമാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു വിഷയം. വിഷയങ്ങളാണ്. ഇപ്പൊ മൊത്തത്തിൽ എങ്ങനെയാ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം? ആർക്ക് അനുകൂലമാണ് ഒരു പൾസ്, ആദ്യത്തെ ഒരു പൾസ്? ഞാൻ എൻ്റെ സർവീസിന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ആ ഇടുക്കിക്ക് ഒരു നിയമത്തിനെയാണ് വേണ്ടത്.